ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞാനിവിടെ അബ്ദുവിന് ഇന്ന് ക്ലാസ് ഉണ്ട്. അവനെ റെഡിയാക്കി സ്കൂൾ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതും ഇതാ റെഡിയായിട്ട് റോഡിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കാനോ? എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. കണ്ടോ, നമ്മൾ മേടിക്കുന്ന ബാഗൊന്നും അല്ല കേട്ടോ. ഞാൻ ഇവന് കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ച ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കൊല്ലം കൊടുക്കാച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ അവരുടെ സ്കൂളിൽ നിന്ന് കൊടുക്കണ ബാഗ് ഉപയോഗിക്കാൻ പാടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, അവരുടെ പേരൊക്കെ എഴുതിയിട്ട് കണ്ടോ. എല്ലാ കുട്ടികൾക്കും ഈ ബാഗ് തന്നെയാണ്. കുറച്ച് വലിയ കുട്ടികൾക്ക് കുറച്ച് സൈസ് വലുതാണെന്നുള്ളൂ. രാവിലെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. കാലാവസ്ഥ തന്നെ ഉണ്ടില്ലേ, വെയിലൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നല്ല വെയിൽ വരും. പക്ഷെ തണുപ്പായിരിക്കും, ചൂടൊന്നുമില്ല. അവർ കുട്ടികളെ സ്കൂളിലാക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ കേട്ടോ. ഇവിടെയൊക്കെ നേരത്തെ തുടങ്ങും സ്കൂളൊക്കെ. ചില സ്കൂളുകളൊക്കെ ഇവിടെ നിന്ന് കുട്ടികൾ 7:30-ക്കൊക്കെ പോകണതാണ്. ഇവർക്ക് 8 മണിക്കാണ് ബസ് വരിക. ഇവിടെ കുറേ ഇങ്ങനെ അമ്മമാരെ രാവിലെ സൈക്കിൾ ചവിട്ടി കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കണതാണ് കേട്ടോ. അവരിങ്ങനെ സൈക്കിളിലൊക്കെയാണ് കുറേ പേര് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുക. ഇങ്ങനെ കുറേ കുട്ടികൾ സൈക്കിളിൽ പോവും. സൈക്കിൾ ഓട്ടിട്ടൊക്കെയാണ് അടുത്തുള്ള സ്കൂളിലേക്ക് പോകും. കണ്ടോ, കുട്ടികൾ സൈക്കിളൊക്കെ കൊണ്ട് സ്കൂളിൽ പോകണുണ്ടോ. ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടിയാണ് ചില കുട്ടികൾ പോവാട്ടോ. അവരിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പൊക്കോളും. അതിന് യെല്ലോ ഡ്രസ്സാണ് കേട്ടോ. യെല്ലോയും ബ്ലൂവും. ഒരു ദിവസം ചുവപ്പാണെന്ന് വെച്ചാൽ ഒരു ദിവസം മഞ്ഞ. ഇല്ല, അതും നാളെ കളറല്ലേ. കൈയൊക്കെ കണ്ടോ ഒരുമാതിരി ഉണങ്ങിയ പരുവത്തിൽ. ഇത് കഴിഞ്ഞ ദിവസം പൊള്ളിയതാണ് കേട്ടോ അടുപ്പത്തൊന്ന്. കൈയൊക്കെ ഒരുമാതിരി നമ്മളെ വരണ്ട പോലെ. ഇവിടെ കണ്ടോ, കാലാവസ്ഥയുടെ കാരണമാണ് കേട്ടോ. അത് പോയിട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് കേട്ടോ. പുട്ട് കഴിച്ചു, ഞാൻ കഴിച്ചു. ഇത് കടലക്കറി കണ്ടു. പുട്ടും കടലയായിരുന്നു. അപ്പോൾ അതും സ്കൂളിൽ കടലക്കറിയൊക്കെയാണ് കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് കുറേ തുണിയൊക്കെ തിരുമ്പിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണിയൊക്കെ തിരുമ്പിട്ടു. എന്നിട്ട് വന്നു. ഇനി ഉച്ചത്തേക്കുള്ള പരിപാടികളിൽ നോക്കാൻ പോവാണ് കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പയറൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കൂട്ടാൻ വയ്ക്കണം.